പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഫണ്ടുണ്ടാകില്ല, ഫണ്ടിന് ലഭ്യമാകാൻ പോകുന്നില്ല എന്ന പേടിയൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടല്ല കേരളത്തിലുണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് അനുവദിക്കേണ്ട സംഖ്യ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അനുവദിക്കാൻ പറ്റില്ലെങ്കിൽ സ്പിൽ ഓവറായി അത് കൊടുക്കുമെന്നുള്ളത് നാട്ടിൽ ഇതുവരെ കണ്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വളരെ വളരെ മിടുക്കനായിട്ടുള്ള ധനകാര്യ വിദഗ്ധനാണ് അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ചോദിച്ചൊരു ചോദ്യം ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. സ്പിൽ ഓവറിന് വേണ്ടിയുള്ള പണം നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റ് ബാക്കി വെച്ചില്ല? അങ്ങനെ സ്പിൽ ഓവറിന് വേണ്ടിയിട്ടൊരു ഫണ്ട് മാറ്റിവെക്കുന്നത് വകുപ്പുകൾക്ക് മാറ്റിവെക്കുക എന്നല്ലാതെ സ്പിൽ ഓവറിന് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുമോ കേരളത്തിൽ? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചീഫ് സെക്രട്ടറി തന്നെ ഇലക്ഷൻ കമ്മീഷനോട് ഇക്കാര്യം എഴുതി ചോദിച്ചു, പണം മൂന്നാം ഗഡു അനുവദിക്കാനുള്ള അവസരം തരുമോ? ഇലക്ഷൻ കമ്മീഷൻ അത് കൊടുത്തില്ല. സ്വാഭാവികമായും അങ്ങനെ വന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആ പദ്ധതിയും പ്ലാനും ഇനി പൂർണ്ണമായിട്ട് പഞ്ചായത്തുകൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പണം കൊടുക്കണ്ടേ? അത് പൂർത്തീകരിക്കണ്ടേ? അതിനുവേണ്ടി സ്പിൽ ഓവർ കൊടുക്കുമോ എന്ന ചോദ്യത്തിന് പോലും തികച്ചും നിരാശാജനകവും പഞ്ചായത്തുകളോടൊരു വെല്ലുവിളി പോലെയുള്ള മറുപടിയാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിൻ്റെ പൊതു പണമാണിത്. LDF അനുവദിച്ചോ UDF അനുവദിച്ചോ എന്നുള്ളതല്ല, ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ 6ാം ധനകാര്യ കമ്മീഷൻ മുതൽ 0.5% കൂട്ടി വരണം 30% വരെ. അതായത് 6ാം ധനകാര്യ കമ്മീഷൻ്റെ ധാരണ ഒരു ഘട്ടമാകുമ്പോൾ കേരളത്തിലെ മൊത്തം പ്ലാനിൻ്റെ 30% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കൊടുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അനിവാര്യവും അഭിമാനകരവുമായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിദാരിദ്ര്യമുക്ത കേരളം അവരുടെ നേതൃത്വത്തിലായിരുന്നു, ലൈഫ് അവരുടെ നേതൃത്വത്തിലായിരുന്നു. ഒരുപക്ഷെ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ബ്രസീൽ CPO 3.30 ഉച്ചകോടിയിൽ വരെ ആഗോള വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് മാലിന്യ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലെ പ്രത്യേകത കൊണ്ടാണ്. ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 നഗരങ്ങളിലൊന്നായി 100 നഗരങ്ങളിൽ 8 ഈ കേരളത്തിലെയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ 1.5 ലക്ഷം ടൺ മാലിന്യമാണ് കഴിഞ്ഞ തവണ മാറ്റിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ മാധ്യമങ്ങൾ പറഞ്ഞു, ഈ നഗരത്തിനകത്ത് വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള ചില അനധികൃത സംഘങ്ങൾ മാലിന്യ സമാഹരണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു. അതൊരു ഗൗരവപ്പെട്ട പ്രശ്നമാണ്. ഇങ്ങനെ നമ്മുടെ പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ക്ഷീണിപ്പിക്കാനുള്ളൊരു നടപടിയാണ് ഇതിലൂടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ പ്ലാൻ വളരെ ക്ലിയറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നുണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള ഫണ്ടിൽ മാറ്റം ഉണ്ടായിട്ടില്ല, ഫിഷറീസിനുള്ള ഫണ്ടിൽ മാറ്റം ഉണ്ടായിട്ടില്ല. പ്ലാനിൻ്റെ സൈസ് കുറഞ്ഞാലും ഒരു കാരണവശാലും കുറയാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് LSTD. 2016 മുതൽ 26 വരെയുള്ള കണക്കിൽ ഇതുവരെ കോവിഡ് കാലത്ത് ഒരു സ്റ്റാഗ്നേഷൻ, ഒരു സാമ്പത്തിക വർഷം ഒഴിച്ചാൽ ബാക്കി ഒരു ഘട്ടത്തിലും ആ LSTDക്ക് വേണ്ടി അനുവദിക്കുന്ന പണത്തിലോ ശതമാനത്തിലോ മാറ്റം ഉണ്ടായില്ല. ഇപ്പോൾ ശതമാനം 28.5 തുടർന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ എമൗണ്ടിൽ 1533.55 കോടിയുടെ കുറവാണ് ഉണ്ടാകുന്നത്. ആ കുറവിൽ തന്നെ നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാനിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് അവസാനത്തെ ബഡ്ജറ്റിൽ 1578 കോടിയാണ് മാറ്റിവെച്ചതെങ്കിൽ ഇത്തവണ 1341.30 ആയി. അതായത് SC സബ് പ്ലാനിൽ 236.70 ട്രൈബൽ സബ് പ്ലാനിൽ 35.45 കോടി രൂപയും കുറവ് വന്നത് ഉൾപ്പെടെയാണ് 1533 കോടി രൂപയുടെ കുറവ് വരുന്നത്. അവസാനമായിട്ടൊരു കാര്യം എല്ലാവരും പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. നമ്മളിവിടെ പറഞ്ഞല്ലോ, റവന്യൂ കമ്മി, കേന്ദ്ര വിഹിതത്തിൻ്റെ കുറവ്. ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം കൊടുത്തിട്ടുണ്ടോ? കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് വളരെ ഗൗരവമായിട്ട് ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചു. കേരളം അക്കാര്യത്തിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ ഒരു മറയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത്, സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ധവളപത്രത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ബഡ്ജറ്റിലും പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൻ്റെ പണം കിട്ടാനുള്ള ഒരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകാതെ പ്ലാൻ കട്ട് നടന്ന കാലത്ത് പോലും വെട്ടിക്കുറയ്ക്കാത്ത LSTDയുടെ പണം വെട്ടിക്കുറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള, യഥാർത്ഥത്തിൽ ഗ്രാമസഭകളോട് പോലുമുള്ള അവഹേളനമാണ്. ഗ്രാമസഭകൾ ഓൺലൈനാക്കാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. ആ ഗ്രാമസഭ പാസ്സാക്കിയിട്ടുള്ള
പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള പണം സ്പില്ലോവർ പോലും ഞങ്ങൾ കൊടുക്കില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ സാങ്കേതിക പ്രശ്നത്താൽ സ്പില്ലോവർ പോലും ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്ന നടപടി ധിക്കാരപരമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ശരിയല്ലാത്ത കാര്യമാണ് എന്നാണ് ഈ സബ്മിഷനിലൂടെ ഞങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം. അത് ഇവിടെ വെച്ച്